അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ദുആ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. നമ്മളെല്ലാവരും നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട്, നമ്മുടെ ദുനിയാവിലെ ഈ ഒരു ജീവിതം സന്തോഷകരമായി തീരാൻ വേണ്ടി, നമ്മുടെ മറ്റെല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട്, ഉമ്മവർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ ദുആ ചെയ്യും. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ദുആ ചെയ്തേ പറ്റുള്ളൂ. അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് ചോദിച്ച്, അല്ലെങ്കിൽ അത് തരുമോ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചേ പറ്റുള്ളൂ. അപ്പോഴല്ലേ അള്ളാഹു നമുക്ക് തരാം. പക്ഷേ നമുക്ക് ചോദിക്കാതെ അള്ളാഹു തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ. അതില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു 5 സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്, നിങ്ങളുടെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ഇതൊന്നും ഞാനിപ്പോൾ പറയുന്ന സമയങ്ങളൊന്നും ഞാനുണ്ടാക്കി എനിക്കറിയുന്ന ഞാനങ്ങോട്ട് ചുമ്മാ പറയുന്നതല്ല. അതൊക്കെ കൃത്യമായിട്ട് ഓരോരോ കിതാബുകളിലും മദ്ഹബുകളിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയങ്ങളിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതെന്തായാലും അതങ്ങോട്ട് സെറ്റാകും, നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാകും. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. ഈ നിങ്ങൾക്കറിയുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ, മറ്റുള്ളവർക്കും കൂടി അറിയിച്ചു കൊടുത്താൽ, പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം വളരെയധികം വലുതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ചെറിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 20 ദിവസത്തെ അറബി വായിക്കാനും എഴുതാനും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അതിന് ഏജ് ലിമിറ്റൊന്നുമില്ല. ഇന്ന വയസ്സായ കുട്ടി, ഇന്ന വയസ്സായ ആൾ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണുള്ളത്. അതായത് ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കുമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ ബാച്ചുകളായിട്ടല്ല, കുറേ ആൾക്കാരൊപ്പമല്ല, ഓൺലൈനായിട്ടാണ് ക്ലാസ് വരുന്നത്. 20 ദിവസത്തെ ക്ലാസ്സാണ് ഉണ്ടാവുക. 20 ദിവസത്തിന് വെറും 500 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഇനി 500 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെ പുറത്തുനിന്നൊക്കെ നിങ്ങൾ ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത്ര കുറഞ്ഞതിലൊന്നും നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു അവസരമായിട്ട് കാണും. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എല്ലാവരും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകും. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ പറയും. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേരാം. അപ്പോൾ എന്തായാലും ഞാനൊരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് വലിയവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാർക്കാണെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ അത് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ പഠിക്കേണ്ട സമയത്ത് ചിലപ്പോൾ സാഹചര്യം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ദിക്റുകൾ വായിക്കാൻ അറിയാതെ, ഖുർആൻ ഓതാൻ അറിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏജ് ലിമിറ്റൊന്നുമില്ല. എല്ലാവർക്കും, ചെറിയ കുട്ടികൾ മുതൽ എല്ലാ വയസ്സിലുള്ളവർക്കും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെന്തായിരുന്നു പറഞ്ഞത്, ദുആ സ്വീകരിക്കുന്ന 5 സമയങ്ങളെന്നല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെ സമയം ഇതാണ്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്, 5 വക്ത് ഫർള് നിസ്കാരം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ബാങ്ക് ഇക്കാമത്തൊക്കെ കൊടുക്കുമല്ലോ. ഈ ബാങ്കിനും അതുപോലെ തന്നെ ഇക്കാമത്തിനും ഇടയിലുള്ള ആ ഒരു സമയമുണ്ടല്ലോ, ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ അല്ലാഹു തആല എന്തായാലും സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ആ സമയം എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ മറ്റുള്ള സമയത്തിൽ നിന്ന് മാറി, അതായത് മറ്റുള്ള സമയത്ത് പ്രാർത്ഥിക്കരുത് എന്നല്ല, ആ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയാണ്. ഇപ്പോൾ ളുഹർ ആയിക്കോട്ടെ, അസ്ർ ആയിക്കോട്ടെ, മഗ്രിബ് ആയിക്കോട്ടെ, ഏത് ഫർള് നിസ്കാരത്തിൻ്റെ ശേഷവും നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല പെട്ടെന്ന് ഉത്തരം തരുന്നതാണ്. അത് അല്ലാഹു തആല എന്തായാലും സ്വീകരിക്കുന്നതാണ്. ഇനി അടുത്ത സമയം എന്ന് പറയുന്നത് മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് അല്ലാഹു എന്തായാലും ഉത്തരം തരും. എന്തായാലും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മഴ പെയ്യുമ്പോൾ അതിനെ അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇനി അടുത്തൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ കഅബ ഷരീഫ് കാണുന്ന ആദ്യത്തെ ആ ഒരു സമയം ഉണ്ടല്ലോ, അതായത് നമ്മുടെ കണ്ണിൽ, നമ്മുടെ ദൃഷ്ടി കഅബ ഷരീഫിൽ പതിയുന്ന സമയം, നമ്മൾ ആദ്യമായിട്ട് കഅബ കാണുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും. നമ്മുടെ ആ ഒരു ദുആ എന്തായാലും സ്വീകരിക്കും. ആദ്യമായിട്ട് കഅബ ഷരീഫ് കാണുന്നില്ല, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ, ആദ്യമായിട്ട് നമ്മൾ കഅബ കാണാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മളങ്ങോട്ട് ഒറ്റ നോട്ടത്തിൽ ആദ്യം നമ്മളങ്ങോട്ട് കാണുമല്ലോ, ആ ഒരു സമയത്ത് ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്.
ഇനി അടുത്തൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഖുർആൻ ഓതി കഴിഞ്ഞതിന് ശേഷമുള്ള ദുആക്ക് പെട്ടെന്ന് ഉത്തരവുണ്ട്. അള്ളാഹു എന്തായാലും സ്വീകരിക്കും. നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും സൂറത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നിത്യേന ഓതുന്ന പതിവാക്കുന്ന സൂറത്തുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഖത്തം തീർക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഓതുന്ന സൂറത്തുകളായിക്കോട്ടെ, എന്തിനു ശേഷം നമ്മൾ ഖുർആൻ ഓതുന്നത് നിർത്താം. ഇപ്പം തൽക്കാലത്തേക്ക് നിർത്തുന്ന ആ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു എന്തായാലും ഉത്തരം തരുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു സമയങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഈ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായിട്ടുള്ള എല്ലാ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. നമ്മളിൽ നിന്ന് പോയവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അല്ലാഹു തആല നല്ല റഹ്മത്തും ബറക്കത്തുള്ള ജീവിതവും പരലോക ജീവിതം, നല്ലൊരു പരലോക ജീവിതം, നല്ല ഈമാനുള്ള മരണമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.